ദേവലോകത്തേക്കൊരു യാത്ര പോയാലോ? എല്ലാ ദൈവങ്ങളും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയാണെന്ന് മാത്രം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം, കൈകൊണ്ട് നെയ്ത പട്ടുകളുടെ നാട്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ക്ഷേത്രങ്ങളെ അറിയാൻ ടെമ്പിൾ വോയേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുൻപ് കാഞ്ചീപുരത്ത് വന്നപ്പോൾ ഇവിടെയുള്ള റെയിൽവേ ലെവൽ ക്രോസിൽ മണിക്കൂറുകൾ കാത്തിരുന്നു. ഈ റെയിൽവേ ഫ്ലൈ ഓവർ അതിനൊരു പരിഹാരമായി. ദൂരെ വലതുവശത്ത് 3 ക്ഷേത്രഗോപുരങ്ങളുടെ മുകൾ ഭാഗം കാണാം. അത് ഏകാംബരേശ്വര ക്ഷേത്രം, ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുത്. ശ്രീ കാഞ്ചി കാമാക്ഷിയമ്മാൾ ദേവസ്ഥാനം, തെക്കേ ഗോപുരം. 18 അഷ്ടദശ ശക്തിപീഠങ്ങളിൽ ഒന്ന്, ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്ന ദേവീക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം സതിദേവിയുടെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ നാഭി വീണ സ്ഥലം നാഭിപീഠം എന്നും അറിയപ്പെടുന്നു. കാമാക്ഷി ദേവി ശാന്തതയുടെയും സൗന്ദര്യത്തിൻ്റെയും പരമോന്നത ദേവതയായി വിശേഷിപ്പിക്കപ്പെടുന്നു. കാമാക്ഷി ദേവിയുടെ ദയയുള്ള സ്വഭാവം കണ്ട് ഭഗവാൻ പരമശിവൻ സന്തുഷ്ടനാവുകയും കാമാക്ഷി ദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ലളിത, കാമാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി, പത്മാക്ഷി, വനജാക്ഷി, പാർവതി എല്ലാം ഒരേ ദേവിയാകുന്നു. പല്ലവ രാജാവ് നരസിംഹവർമ്മൻ രണ്ടാമൻ ഉദ്ദേശം 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. കൃത്യമായ ചരിത്രരേഖകൾ ഇല്ലാത്തതിനാൽ 5-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചത് എന്ന അനുമാനം മാത്രം. 5 ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനകത്ത് ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു എന്നീ ത്രിമൂർത്തികൾ ചുറ്റുമായി ഇരിക്കുന്ന ഭാവത്തിലാണ് ദേവി പ്രതിഷ്ഠ. മഹർഷി ദുർവാസാവ് രചിച്ച ദുർവാസ സംഹിത സൗഭാഗ്യ ചിന്താമണി കൽപ്പം അനുസരിച്ചാണ് കാമാക്ഷി ദേവിയുടെ ആരാധനാക്രമങ്ങൾ. ദുർവാസാവ് മഹർഷി ശാപമോക്ഷത്തിനായി ആരാധിച്ച് പ്രാർത്ഥിച്ചത് കാഞ്ചി കാമാക്ഷിയെയാണ്. ഇക്ഷ്വാകു വംശത്തിലെ രാജാവായ അയോധ്യയിലെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ഈ ക്ഷേത്രത്തിലെന്ന് പറയപ്പെടുന്നു. പഞ്ചഗംഗ എന്ന ക്ഷേത്രകുളം ഉത്സവകാലങ്ങളിൽ ദേവിയുടെ നീരാട്ടിനായി മാത്രം ഉപയോഗിക്കുന്നു. കാമാക്ഷി എന്ന പേര് ഒരു സംസ്കൃത വാക്കാണ്. കാ എന്നാൽ സരസ്വതി, മാ എന്നാൽ ലക്ഷ്മി, അക്ഷി എന്നാൽ കണ്ണ്. സരസ്വതിയുടെയും ലക്ഷ്മി ദേവിയുടെയും കണ്ണോടുകൂടിയവൾ എന്നർത്ഥം. ശ്രീകോവിലിൽ കാമാക്ഷി ദേവിയെ 5 രൂപങ്ങളിൽ ആരാധിച്ചിരുന്നു. അതിലൊന്ന് ശ്രീ കാമാക്ഷി പരാഭട്ടാരിക. ഗായത്രി മണ്ഡപത്തിൽ നിന്നും ശ്രീകോവിലിൻ്റെ അകത്ത് മധ്യഭാഗത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്തത് തപകാമാക്ഷി. കാമാക്ഷി ദേവിയുടെ ഈ രൂപം പ്രധാന വിഗ്രഹത്തിൻ്റെ വലതുവശത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാം. മൂന്നാമത് അഞ്ജന കാമാക്ഷി. പ്രധാന വിഗ്രഹത്തിൻ്റെ ഇടതുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഈ വിഗ്രഹം. നാലാമത് ഉത്സവ കാമാക്ഷി. ഘോഷയാത്രയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഉത്സവ കാമാക്ഷിയുടെ പ്രതിഷ്ഠ 2ാമത്തെ ചുറ്റുമതിലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത് സ്വർണ്ണ കാമാക്ഷി. ആരാധനാലയം 2ാമത്തെ ചുറ്റുമതിലിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിം അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാമാക്ഷി ദേവിയുടെ ദാസനാണ് സ്വർണ്ണവിഗ്രഹം തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയത്. 5 ലോഹങ്ങളുടെ സമൂലമായ പഞ്ചലോഹ വിഗ്രഹമാണ് ഇപ്പോൾ നിർമ്മിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ക്ഷേത്രങ്ങളുള്ള കാഞ്ചീപുരത്തിൽ ഒരേ ഒരു ദേവീക്ഷേത്രം, അത് ശ്രീ കാമാക്ഷി ദേവിയുടെ.
ആദി ശങ്കരാചാര്യരുടെ കാലത്ത് ക്ഷേത്രത്തിൽ ശ്രീയന്ത്രശില്പം സ്ഥാപിച്ചു. കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. അഗസ്ത്യമുനി ഹയഗ്രീവനിൽ നിന്നും ലളിതാ സഹസ്രനാമം പഠിച്ച സ്ഥലം. ഇപ്പോൾ ഹയഗ്രീവ പ്രതിഷ്ഠയും ഇവിടെ കാണാം. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ ചുറ്റുമതിലിനകത്തേക്ക് മൊബൈൽ ഫോൺ, ക്യാമറ മുതലായവ കൊണ്ടുപോകാൻ അനുവാദമില്ല. ഇവിടെ ശ്രീകോവിൽ ഇരിക്കുന്ന ഭാഗം മാത്രമേ ഇവ നിരോധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചുറ്റുമതിലിനകത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുതിയ ക്ഷേത്ര നിയമം അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരിക്കുന്നു എന്ന ചെന്നൈ ഹൈക്കോടതി വിധിയാണ്. സ്വർണ്ണ കൊടിമരത്തിന് മുമ്പിൽ ഒരു ആനയെ കാണാം. അതൊരു മനുഷ്യനിർമ്മിതമായ ആന ആയതിനാൽ ഉപദ്രവിക്കുമെന്ന് പേടിക്കേണ്ട. അതിനാൽ ധാരാളം ഭക്തർ സെൽഫി എടുക്കുന്നത് കണ്ടു. എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും 4 ദിക്കിലും ക്ഷേത്ര ഗോപുരങ്ങളുണ്ട്. അവയിൽ കിഴക്ക് തെക്ക് ഗോപുരങ്ങളിലൂടെ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അന്നദാനമാണ് ആരുടെയോ വഴിപാട്. അടുത്തത് നമുക്ക് തഞ്ചാവൂരിലെ വലിപ്പത്തിൽ മുൻപിൽ നിൽക്കുന്ന ക്ഷേത്രം സന്ദർശിക്കാം. ഏകാംബരേശ്വർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാർക്കിംഗ് ഗ്രൗണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ ഭക്തജന തിരക്ക് കൂടുതലായിരിക്കും. അത് സാധൂകരിക്കുന്ന രീതിയിൽ ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ കാണാം. ഏകാംബരേശ്വർ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴിയിലെ ഹനുമാൻ ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട്. അടി ഉയരത്തിൽ 11 നിലകളോട് കൂടിയ ഈ ഗോപുരമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ രാജഗോപുരം. രാജഗോപുരത്തിൻ്റെ മരത്തിൽ നിർമ്മിച്ച വാതിലുകൾ. വലിപ്പത്തുള്ള 2 പാളി വാതിൽ കാലപ്പഴക്കം കാരണം ഇപ്പോൾ തുറക്കാറില്ല. തെക്ക് വശത്തുള്ള രാജഗോപുരം നേരത്തെ നമ്മൾ പുറത്തു നിന്നും കണ്ടിരുന്നു. ഇത് അകത്തു നിന്നും ഉള്ള കാഴ്ച. രാജഗോപുരം കടന്ന് ഈ കവാടത്തിൽ കൂടെ വേണം അകത്തേക്ക് പ്രവേശിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച 1000-കാൽ മണ്ഡപമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 23 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രം. ഐതിഹ്യം, ഒരിക്കൽ ശ്രീ പാർവതി വേഗവതി നദിക്കരയിലെ ക്ഷേത്രത്തിലുള്ള മാവിൻ ചുവട്ടിൽ പാപമോചനത്തിനായി തപസ് ചെയ്യുന്നു. തപസ്സിൻ്റെ ശക്തി പരിശോധിക്കാൻ ഭഗവാൻ ശിവൻ പാർവതി ദേവിയുടെ മേൽ അഗ്നി വർഷിച്ചു. ദേവി സഹോദരനായ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. രക്ഷിക്കാൻ മഹാവിഷ്ണു ശിവഭഗവാന്റെ തലയിൽ നിന്നും ചന്ദ്രനെ എടുത്ത് കിരണങ്ങൾ കാണിച്ച് വൃക്ഷത്തെയും പാർവതി ദേവിയെയും തണുപ്പിച്ചു. ഭഗവാൻ ശിവൻ ഗംഗാനദിയെ അയച്ച് വീണ്ടും തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു. പാർവതീദേവി ഗംഗയോട് നമ്മൾ സഹോദരിമാരാണെന്നും തപസ്സിന് ഭംഗം വരുത്തരുതെന്നും അപേക്ഷിക്കുന്നു. തുടർന്ന് ഭഗവാൻ ശിവനുമായി ഐക്യപ്പെടാൻ പാർവതീദേവി മണൽ കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി. ആ ദൈവം മാമ്പഴത്തിൻ്റെ തമ്പുരാൻ അല്ലെങ്കിൽ ഏകാംബരേശ്വർ എന്ന് അറിയപ്പെട്ടു. പുരാണത്തിൽ പറയുന്ന വേഗവതി നദി ഒഴുകിയിരുന്ന സ്ഥലത്താണ് ഇന്ന് ഏകാംബരേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേഗവതി നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ ശിവലിംഗത്തെ രക്ഷിക്കാൻ പാർവതീദേവി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു.
പാർവതീദേവിയുടെ സ്നേഹം മനസ്സിലാക്കിയ പരമശിവൻ അവിടെ വച്ച് പാർവതീദേവിയെ വിവാഹം കഴിക്കുന്നു എന്നാണ് ഐതിഹ്യം. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഭൂമിയെയാണ് ഏകാംബരനാഥ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത്. ചിദംബരം തില്ലൈ നടരാജ ക്ഷേത്രം ആകാശത്തെയും, ജംബുകേശ്വര ക്ഷേത്രം ജലത്തെയും, തിരുവണ്ണാമലൈ ക്ഷേത്രം അഗ്നിയെയും, ശ്രീകാളഹസ്തി ക്ഷേത്രം വായുവിനെയും പ്രതിനിധീകരിക്കുന്നു. ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്കും കാണാം. ഒൻപതാം നൂറ്റാണ്ടിൽ ചോള ഭരണകാലത്താണ് ഇന്ന് കാണുന്ന ബൃഹത്തായ കൊത്തുപണികളെല്ലാം നിർമ്മിച്ചത്. BC 600 മുതൽ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് ഇതെന്ന് BC 300 തമിഴ് സാഹിത്യകൃതിയായ മണിമേഖലയിൽ പ്രതിപാദിക്കുന്നു. ഇതാണ് നിലത്തിങ്കൽ തുണ്ടം പെരുമാൾ എന്ന മഹാവിഷ്ണു ക്ഷേത്രം. പാർവതീദേവിയുടെ സഹോദര സ്ഥാനമാണ് ഇവിടെ മഹാവിഷ്ണുവിന്. വെള്ളിയിൽ നിർമ്മിച്ച ഐതിഹ്യ പെരുമ. വേഗവതി നദിയിൽ വെള്ളം പൊങ്ങിയപ്പോൾ പാർവതീദേവി ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഒറ്റ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ തൂണുകൾ. കൃത്യമായ എണ്ണമെടുത്തില്ല. ആസ്വാദ്യകരമായ ശില്പചാതുര്യം. ഇത് സഹസ്രലിംഗ ക്ഷേത്രം. ഒരു ശിവലിംഗത്തിൽ 999 ചെറിയ ശിവലിംഗങ്ങൾ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നു. മറ്റൊരു ഒറ്റക്കൽ തൂണുകളുള്ള മണ്ഡപത്തിൽ മുഖമറിയാത്ത, മേൽവിലാസം അറിയാത്ത ശില്പികളുടെ ഇന്ന് അന്യം നിന്നുപോയ കഴിവുകൾ. നിരവധി ശിവലിംഗങ്ങൾ. ഇതുപോലെ 108 ശിവലിംഗങ്ങൾ ഇവിടെയുണ്ട്. ഒരു അതിശയ കാഴ്ച. 3500 പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാവ്. 4 ശിഖരങ്ങളുള്ള ഈ മാവിലെ 4 ശിഖരങ്ങളിലും വ്യത്യസ്തമായ ആകൃതിയും രുചിയുമുള്ള മാങ്ങകൾ. ശിവപാർവതി വിവാഹം നടന്നത് ഈ മാവിൻ്റെ ചുവട്ടിൽ വച്ചാണ്. ഏക മാവ് മരം ലോപിച്ചാണ് ഏകാംബരം ആയി മാറിയത്. കന്ദസഷ്ടി കവചവും മൂലമന്ത്രങ്ങളും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഇതിന് വേണ്ടത്ര പ്രാധാന്യം സഞ്ചാരികളായി വരുന്ന ഭക്തജനങ്ങൾക്കിടയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷേ ഭാഷ ഒരു പ്രശ്നമായിരിക്കാം. വീണ്ടും കൽത്തൂണുകൾ കാണിക്കുന്നുവെന്ന് വിചാരിക്കേണ്ട. കൽത്തൂണുകളുടെ മേൽക്കൂര കണ്ടോ? എത്ര കരിങ്കൽപ്പാളികൾ! എത്ര കഠിനമായിരുന്നിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഓർക്കുക, ആധുനിക സാങ്കേതികത ഇല്ലാത്ത കാലത്ത് നിർമ്മിച്ച ക്ഷേത്രം. ഏകാംബരനാഥർ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങാൻ സമയമായി. ഇനി ഒരു വൈഷ്ണവ ക്ഷേത്രത്തിലേക്ക്. വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രം. പല്ലവ രാജവംശ ഭരണകാലത്ത്
പല്ലവ രാജാവായ നന്ദിവർമ്മൻ രണ്ടാമൻ AD 674 800 ഇടയിൽ നിർമ്മിച്ചത്. ദ്രാവിഡ ശില്പകലയുടെ ആദ്യകാല മാതൃക. കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രം കൈലാസനാഥർ ക്ഷേത്രം ആണ് എന്നാണ് പറയപ്പെടുന്നത്. പഴക്കത്തിൽ രണ്ടാമത് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ആയിരത്തി 600 വർഷം പഴക്കമുള്ള ക്ഷേത്രമെന്നാണ് ക്ഷേത്ര പൂജാരിയിൽ നിന്നും അറിഞ്ഞത്. പക്ഷേ ക്ഷേത്ര സംബന്ധമായ ഒരു രേഖയിലും കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. സമ്പൂർണമായും കല്ലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമല്ല ഇത്. കൂടുതൽ ഭാഗങ്ങളും ചെളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു നിർമ്മാണം ഇത്രയും കാലങ്ങളെ അതിജീവിക്കുന്നു എന്നതാണ് അത്ഭുതം. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന വിദർഭ രാജ്യമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. വിദർഭയിലെ രാജാവായ വിരോച രാജാവിൻ്റെ ഭരണകാലം. വിരോച രാജാവിന് അനന്തരാവകാശികൾ ഇല്ലാത്തതിനാൽ കൈലാസനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിലെ ദ്വാരപാലകർ പുത്രന്മാരായി ജനിക്കും എന്ന് വരം സിദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരസിദ്ധിയിൽ ജനിച്ച രാജകുമാരന്മാർ വിഷ്ണു ഭക്തരായിരുന്നു. അവർ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്കായി യജ്ഞം നടത്തി. യജ്ഞ ആരാധനയിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു രാജകുമാരന്മാർക്കായി വൈകുണ്ഠനാഥനായി ജനിച്ചു എന്നതാണ് ക്ഷേത്ര ഐതിഹ്യം. ദ്രാവിഡ ശില്പകലയുടെ ആദ്യകാല മാതൃകയാണ് ഈ ക്ഷേത്രം. പല്ലവ രാജവംശത്തിൻ്റെ ചരിത്രം പ്രതിപാദിക്കുന്ന ശില്പങ്ങളാണ് ചുവരുകളിൽ ഉള്ളത്. പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ വിഷ്ണു. ലക്ഷ്മി ദേവിയെ ശ്രീ വൈകുണ്ഠവല്ലിയായും ഇവിടെ ആരാധിക്കുന്നു. കാലപ്പഴക്കത്തിൽ നശിച്ച കൽത്തൂണുകൾ നീക്കം ചെയ്ത് പകരം പുതിയ കരിങ്കൽ തൂണുകൾ കൃത്യമായ കൊത്തുപണികളോടെ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. മറ്റൊരു ഐതിഹ്യം, ഭരദ്വജമുനി ഇവിടെ തപസ്സു ചെയ്തിരുന്നപ്പോൾ ഒരു അപ്സര സ്ത്രീയാൽ ആകൃഷ്ടനാകുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അതിൽ ഒരു കുട്ടി ജനിച്ച ശേഷം അപ്സരസ്ത്രീ ദേവലോകത്തേക്ക് മടങ്ങുകയും മുനി തപസ്സു തുടരുകയും ചെയ്യുന്നു. ശിവവിഷ്ണുമാർ ഈ കുട്ടിയെ ഏറ്റെടുത്ത് വളർത്തുന്നു. ആ സമയത്ത് പല്ലവ രാജാവ് കുട്ടികൾക്കായി വിഷ്ണുവിനെ ഭജിച്ചിരുന്നു. ഭഗവാൻ വിഷ്ണു ഈ കുട്ടിയെ രാജാവിന് നൽകുകയും പല്ലവ രാജാവായി മാറിയ ഈ കുട്ടിക്ക് പരമേശ്വരൻ എന്ന പേരും ഇടുന്നു. ആയതിനാൽ തിരു പരമേശ്വര വിണ്ണകരം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ക്ഷേത്രം നിർമ്മിച്ച കാലത്ത് ശ്രീകോവിലിന് ചുറ്റും ജലാശയങ്ങളും ജലാശയത്തിനും ചുറ്റും കരിങ്കൽ ഭിത്തികളും ആയിരുന്നു.
നേരെ കാണുന്നതാണ് ശ്രീകോവിലിലേക്കുള്ള പ്രവേശനം. ക്ഷേത്ര നിയമങ്ങളെ മാനിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതിനാൽ വീഡിയോയിൽ കാണിക്കാൻ സാധിക്കുകയില്ല. ധാരാളം ഉപദൈവ പ്രതിഷ്ഠകൾ ഇവിടെ കാണാം. അവ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളില്ലാത്തതിനാൽ വിശദ വിവരങ്ങൾ അറിയില്ല. കരിങ്കല്ലിൽ മണൽ കലർത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അകത്തെ ഭിത്തികൾ ചെളിയിലും നിർമ്മിച്ചിരിക്കുന്നു. ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ക്ഷേത്രം. പിന്നീട് മധുരയിലെ അഴകർ ക്ഷേത്രം, മന്നാർഗുഡിയിലെ രാജഗോപാല ക്ഷേത്രം എന്നിങ്ങനെ പലതും. കാഞ്ചീപുരത്തുള്ള പ്രധാന ക്ഷേത്രങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചു തീരാൻ ഒരു ദിവസം മതിയാകില്ല. പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ കൈലാസനാഥർ ക്ഷേത്രം, ഐരാവതേശ്വര ക്ഷേത്രം, ചിത്രഗുപ്ത ക്ഷേത്രം തുടങ്ങി 100-ലധികം ക്ഷേത്രങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ദേവലോകം. വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യുമോ? ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.